ഒരു വണ്ടി ഇടിച്ച് കിടക്കണം നോക്കിയേ ഗൈസ്. हे भगवान, जिसका हुआ होगा उसको कितना तकलीफ. ഹോപ്പ്ഫുള്ളി ലോഗ് വഗേര സേഫ് है. അപ്പോൾ അഞ്ജലി ഓർഡർ ചെയ്ത സ്പെഷ്യൽ താലി വന്നു ഗൈസ്. ഇതാണ് താലി. പൂരിയുണ്ട്, റൈസ് ഉണ്ട്, ഇത്രയും സബ്ജിയുണ്ട്. എങ്ങനെയുണ്ട് അഞ്ജലി? അപ്പോൾ ഞങ്ങൾ എത്തി പെഞ്ച് നാഷണൽ പാർക്കിന്റെ അകത്തല്ല, പെഞ്ച് നാഷണൽ പാർക്കിന്റെ ആ റോഡില്ലേ, അത് ഇതുവഴിയാണ് പോകുന്നത്. മധ്യപ്രദേശിലെ ബർഗി എന്ന സ്ഥലത്ത് ഒരു കാട്ടിനുള്ളിൽ കൂടിയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയല്ലേ ട്രിപ്പിന്റെ അഡ്വഞ്ചർ, ഇല്ലേ അഞ്ജലി? അപ്പോൾ ഞങ്ങള് മേക്കൽ ബർഗി MPT ടൂറിസത്തിന്റെ പ്രോപ്പർട്ടിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളി ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെ ആക്ച്വലി ഡാം വ്യൂ ആണ്. ഇപ്പൊ നോക്കിയാൽ മൊത്തം ഇരുട്ടായിരിക്കും. രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളിപ്പോൾ എല്ലാവരും രാവിലെ എഴുതി റീൽസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്ന കാര്യം എന്തായിരിക്കും? മഹാകുംഭ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്. അപ്പം ഞങ്ങളും പോവാണ് മഹാകുംഭിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ ആദി ശങ്കരാചാര്യയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മലയാളിയായിട്ട് പോകണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ് പ്രയാഗ്രാജിലേക്ക്. അപ്പോൾ എല്ലാവരും പോര്, നമുക്ക് കാണാം മഹാകുംഭ്. അപ്പോൾ നമുക്ക് പോവാം. ഹർ ഹർ മഹാദേവ്. അപ്പൊ എത്ര ദിവസത്തെ പ്ലാനിങ് ആണെന്ന് അറിയോ പ്രയാഗ്രാജ് പോകാനായിട്ട്? കാരണം ഒബ്വിയസ്ലി വലിയൊരു ജേർണിയാണ്. 1700 കിലോമീറ്റർ ഉണ്ട് വൺ വേ. അപ്പൊ ഒടുവിൽ ആ ദിവസം എത്തി ഗൈസ്, നമുക്ക് പോവാം പ്രയാഗ്രാജ്. അപ്പൊ വീട്ടിൽ നിന്ന് പ്രയാഗ്രാജ് വരെ 1744 കിലോമീറ്റർ ഉണ്ട്. ഒരു ദിവസം 5 മണിക്കൂർ എടുക്കും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ, പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു 800-900 കിലോമീറ്റർ 900 കിലോമീറ്റേഴ്സ് കവർ ചെയ്തതിനു ശേഷം ഒരു ഹോൾട്ട് വെക്കാനായിട്ടാണ്. അതിനുശേഷം നാളെ നമുക്ക് തിരിക്കാൻ വീണ്ടും പ്രയാഗ്രാജിലേക്ക്. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 5:45. അപ്പൊ ബാംഗ്ലൂരിന്റെ ട്രാഫിക് തുടങ്ങി. റോഡ് നടുക്കിന് എന്തോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് OnePlus 13-ലാണ്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയണം നോക്കിയിട്ട്. നോർമലി ഞങ്ങൾ iPhone 14 Pro Maxലാണ് വീഡിയോ എടുക്കാറ്. അപ്പൊ ഇപ്പൊ വീഡിയോ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും മിക്കവാറും. പാലസ് ഗ്രൗണ്ട് എത്തി. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാലസ് ഗ്രൗണ്ട്. ഈ ഒരു സ്ട്രെച്ചില്ലേ, ഇത് മൊത്തം ട്രാഫിക്കാണ് ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്പോട്ട്. ഞങ്ങളിപ്പോ നന്ദി ഹിൽസ് പോകുന്ന റൂട്ടിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് കാണുന്നില്ലേ, ലെഫ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ നന്ദി ഉപചാർ, ഇതാണ് സ്പോട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നന്ദി ഹിൽസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ പേരാണ് NH44. ആൻഡ് ഈ റോഡിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ്, ഇത് കന്യാകുമാരി മുതല് കാശ്മീർ വരെ കണക്ട് ചെയ്യും. ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഇത്. ആക്ച്വലി റോഡ് അടിപൊളിയാണ്. ഓക്കെ, हैदराबाद ले जाकर के ब्रेकफास्ट कराएगा क्या? नहीं, भूख लग रहा है, कहीं तो गाड़ी रोको. अरे 500 किलोमीटर हैदराबाद जाके ब्रेकफास्ट करता हूँ. नवाबी बिरयानी खिलाता हूँ सुबह सुबह. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ അഞ്ജലിയും ഞാനും ഇഡ്ഡലി വാങ്ങിച്ചു. അപ്പോൾ അത് അഞ്ജലി ഓൾറെഡി കഴിച്ചു തുടങ്ങി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ടാണ് കിയയുടെ ഫാക്ടറി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ കിയ പ്ലാസ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. ആക്ച്വലി ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്കാന വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനും മാത്രം സ്ഥലങ്ങളാണ് ഇവിടെ. അത് കണ്ടില്ല എന്ത് വലിയ ഓപ്പൺ സ്പേസ് ആണെന്ന്. अच्छा ही था, इडली अच्छा ही था. चलो बैक टू NH44. पेट भर गया? अंजलि सीट बेल्ट. അയ്യോ സൂറി സാറേ. എന്താന്ന് അറിയില്ല ഗൈസ്. ഞാൻ ഇന്നലെ ആക്ച്വലി ചായ് പോയിന്റ് ഒരു കടയുണ്ട്. ഓക്കെ, ആ കടയിൽ നിന്ന് എന്താ പറയാ ഒരു റോള് വാങ്ങിച്ച് കഴിച്ചതാണ്. അതിനുശേഷം എന്താന്നൊരു പിടിയില്ല. അപ്പം ഒരു ഹിക്കപ്സ് ആണ്. ഇപ്പോഴും ഉണ്ട് ഹിക്കപ്സ്, ഇടയ്ക്കിടയ്ക്ക് വരും പോവും. അപ്പൊ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി കൊള്ളായിരുന്നു, ഇഡ്ഡലി നല്ലതായിരുന്നു. സാമ്പാർ അടിപൊളിയായിരുന്നു. അതിൽ നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടപ്പോഴാണെന്ന് തോന്നുന്നു, കഴിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. കുറച്ച് ഹിക്കപ്സ് ഇപ്പൊ കുറഞ്ഞു. चाय भी अच्छा था, चाय इलायची वाला चाय था. हाँ, देखिए टेस्टिंग कर दे बुंदले. ये तुम तभी देखे, हमको लगा वो धूप के चलते कवर लगा के चल रहा है. എനിക്ക് തോന്നുന്നത് കിയയുടെ സൈറസ് ആണെന്ന്.
ഇവിടെ മൊത്തം ലൈക് ഞാൻ പറയില്ലേ കിയയുടെ ഫാക്ടറി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴത്തേക്ക് അവര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഇവിടെ വണ്ടിയെ. അപ്പൊ ആന്ധ്രാപ്രദേശ് എത്തി. പുറത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല ചൂടാണ് ഗൈസ്. അപ്പൊ സമയം 10 മണിയാവാൻ പോണതേ ഉള്ളൂ. എന്നാലും പുറത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ആയി. ഈ NH44 എടുത്ത് ആന്ധ്രാപ്രദേശിലൂടെ പോകുമ്പോഴല്ലേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, സൂപ്പർ ചൂടാണ്. അതുമല്ല എന്താ 2 സൈഡിൽ ഒരു കടകളും ഉണ്ടാവില്ല ഗൈസ്. റെസ്റ്റോറന്റ്, പിറ്റ് സ്റ്റോപ്പിന് അതൊക്കെ വലിയ പാടാണ്. ഞങ്ങൾ ആക്ച്വലി മുമ്പേ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുറച്ച് കടകൾ വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി കിയയുടെ ഒരു എന്താ പറയാ വലിയൊരു ഫാക്ടറി ഉണ്ട് ഇവിടെ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു A2B വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് മിക്കവാറും ഒക്കെ തുറക്കുമായിരിക്കും. അപ്പൊ എന്തായാലും ചൂടാണ് ഗൈസ് പുറത്ത്. ഇപ്പൊ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്, അതും ഈ സമയത്ത്. अभी कितना 10 o'clock हुआ ना? 10 AM. രാവിലെ 10 മണി ആയതേ ഉള്ളൂ. 10 മണി ആയില്ല, അവൻ പോണതേ ഉള്ളൂ. 33 ഡിഗ്രി സെൽഷ്യസ്. ഇതിപ്പോ രണ്ടാമത്തെ ഹനുമാൻജിയുടെ സ്റ്റാച്യു ആണ്. എന്തു വലുതല്ലേ. ആക്ച്വൽ ഹനുമാൻജിയുടെ അമ്പലം കാണാനായിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത്. അതിനു മുമ്പേ ഈ 2 വലിയ ഹനുമാൻജിയെ കണ്ടു. ബേസിക്കലി പ്രയാഗ്രാജ് UP-യിലാണ്, ഉത്തർപ്രദേശില്. അപ്പൊ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് രീതികളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് ഗൈസ്. അവിടെ എന്താ പറയാ ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും കുറച്ച് കൂടുതൽ. അതായത് എന്താ പറയാ അഞ്ജലി പറഞ്ഞ ഫ്രൈഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന്? പൂരി, കച്ചോറി, സമോസ. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. വാരണാസി മോർണിംഗ് में आपको चाट मिलेगा രാവിലെ. അപ്പൊ പാപ്പുടി ചാട്ടി ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഈ പ്രാവശ്യം കുറച്ച് ബാംഗ്ലൂരിൽ തന്നെ കുറച്ച് MTRന്റെ ഇൻസ്റ്റന്റ് മിക്സ്, പോഹ, ഉപ്മാ ഇതൊക്കെ വാങ്ങിച്ചു. കുറച്ച് മാഗി, ഇഡ്ലി, ദോശ, ഉത്തപ്പം खाने वाला फ्राई घी का देसी घी का तला हुआ पूरी ऑब्वियसली पेट में डाइजेस्ट नहीं होगा. എനിക്ക് അത്ര ഓയിൽ പിടിയില്ല ഗൈസ് ആക്ച്വലി. അപ്പൊ ഞാൻ അത്ര ഓയിൽ ഉപയോഗിക്കാറില്ല. അപ്പൊ സമയം ഇപ്പൊ ഏകദേശം 2:40 ലഞ്ച് ബ്രേക്ക് നിർത്തിയാണ് ഗൈസ്. അപ്പൊ ഇത് ഹോട്ടലിന്റെ പേരാണ് സന്ദർശിനി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. कार पार्किंग करने के लिए भी स्पेस है. वो देख के इधर आया है एक्चुअली. അപ്പോൾ അഞ്ജലി ഓർഡർ ചെയ്ത സ്പെഷ്യൽ താലി വന്നു ഗൈസ്. ഇതാണ് താലി. പൂരിയുണ്ട്, റൈസ് ഉണ്ട്, ഇത്രയും സബ്ജി ഉണ്ട്. എങ്ങനെയുണ്ട് അഞ്ജലി? ഇനി കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം ഗൈസ്. നല്ല വിശക്കുന്നു. ലഞ്ച് കഴിച്ച് വീണ്ടും തിരിച്ചു. ആക്ച്വലി ചായ അല്ലെങ്കിൽ കാപ്പി ഓർഡർ ചെയ്ത്. കാപ്പി കുറച്ച് കത്തിയായിരുന്നു, ഒടുക്കത്തെ കടുപ്പവും. അതുപോലെ ഒരു കാപ്പിക്ക് 50 രൂപയും. അപ്പൊ ഞങ്ങൾ തിരിച്ചു. ഇപ്പം പുറത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വന്നതാണ്. ഞാൻ HP-യിലാണ് പെട്രോൾ അടിക്കാൻ വന്നത്. കാരണം കുറച്ച് ഓഫേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ പോയിന്റ്സ് റിഡീം ചെയ്യാം HP-യിലാണെങ്കിൽ. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം നമുക്ക്. അങ്ങനെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു. ഇവിടെ 108 രൂപ തന്നെയാണ്, ബാംഗ്ലൂരൊക്കെ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ടോപ്പ് അപ്പ് ഒരു വണ്ടി ഇടിച്ച് കിടക്കണം. നോക്കിയേ ഗൈസ്. तुम्हारे नजर में ये सब चीज़ बड़ा जल्दी आता है. नया गाड़ी था, नया. ये हम लोग आगे आ रहा था वो है क्या? नहीं ना. ये भगवान, जूम आउट कर. ये भगवान. जिसका हुआ होगा उसको कितना तकलीफ. होपफुली लोग वगैरह सेफ है. Those are reminders. ध्यान से चलाना है. വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? ഇതെപ്പോഴും റിമൈൻഡർ ആണ്. വണ്ടി ഓട്ടിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കുക. ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് ആ ഒരു എന്താ പറയാ ശ്രദ്ധ വീണ്ടും വരുന്നത്. ये रोड तो बड़ा ही सुंदर है. और अनुरंज का हिचकी फिर से चालू हो गया है. ये देखिए अनुरंज हिचकी लेते हुए. ഹിക്കപ്സ് പോകുന്നില്ല. അപ്പൊ എന്താ പറയാ ഞങ്ങളിപ്പോ നാഗ്പൂർ റോഡിലേക്ക് കയറി. ഇതുവഴി പോകുമ്പോഴാണ് ആദിലാബാദ്, നാഗ്പൂർ അങ്ങനെ പോകാനായിട്ട്. സിറ്റിക്കകത്ത് വഴി പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈദരാബാദിൽ നിന്ന്. അത് ടഫാണ്, റോഡ് അത്ര പ്രോപ്പർ അല്ല. ഇതാകുമ്പോൾ എളുപ്പമാണ്.
ടോൾ പ്ലാസ ഇതാവുമ്പോ എളുപ്പമാണ്, ടോൾ ഉണ്ട്, എളുപ്പത്തിൽ പോവാം. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റേയിൽ എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ദിവസത്തെ സ്റ്റേ വെച്ചിരിക്കുന്നത് ആദിലാബാദിലാണ്. അവിടെ ഇതിന് മുമ്പത്തെ ഒരു ട്രിപ്പിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഈ ഹോട്ടലിൻ്റെ പേരാണ് ശ്രീ സായി പഞ്ചവടി. അപ്പോൾ നല്ലൊരു ഹോട്ടലാണ്. ലൈക്ക് ഒരു ദിവസത്തെ എന്താ പറയുക സ്റ്റേക്ക് ആയിട്ടുള്ള മോർ ദാൻ കംഫർട്ടബിൾ ആണ്. അപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് മുകളിൽ പോയി ചെക്ക് ഇൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ആദിലാബാദില് ശ്രീ സായി പഞ്ചവടി എന്ന ഹോട്ടലിൽ ഞങ്ങൾ എത്തി. ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഞങ്ങൾ ആക്ച്വലി ഇതേ ഹോട്ടലിൽ ഇതിന് മുമ്പ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ ബെഡ് ഉണ്ട് ആൻഡ് അവിടെ ഒരു കബോർഡ്, ലഗേജ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ, ഇവിടെ TV ആൻഡ് ഇത് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. വാഷ്റൂം കാണിച്ചു തരാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഓക്കെ, റെഡി ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് വാഷ്റൂം. നീറ്റ് ആണ്, ക്ലീൻ ആണ്, നൈസ്. ഞങ്ങള് അപ്പൊ ആദിലാബാദ് സായി പഞ്ചവടി നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇപ്പൊ തിരിക്കാൻ ജബൽപൂർ സൈഡിലേക്ക്. ജബൽപൂരിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത് പ്രയാഗ്രാജ് അല്ലെങ്കിൽ അയോധ്യ ആ സൈഡിലേക്ക്. അപ്പൊ നമുക്കിപ്പോ പോവാം ജബൽപൂരിലേക്ക്. ഞങ്ങൾ ആക്ച്വലി ഈ ട്രിപ്പ് ലാസ്റ്റ് മൊമെന്റിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോട്ടലൊന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നലെ മുതൽ ഞങ്ങൾ നോക്കുകയാണ് ഒരു ഹോട്ടലിനായിട്ട് പ്രയാഗ്രാജില്. ഒരു പ്രോപ്പർ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ അതിന് പാർക്കിംഗ് ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ എന്താ റേറ്റ് എല്ലാം ഡബിൾ ആണ്. ഒബ്വിയസ്ലി കുംഭമേള നടക്കുകയാണ്, അപ്പൊ റേറ്റ് എല്ലാം ഡബിൾ ആണ്. 2000 രൂപയുടെ ഹോട്ടൽ ഇപ്പൊ 5000 രൂപയ്ക്കാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് ബോയിലും ബാക്കി വെബ്സൈറ്റുകളിലും. അപ്പോൾ ഒരുവിധം തപ്പി പിടിച്ച് ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടി, ഹോട്ടൽ കാശിന്നൊരു ഹോട്ടല്. പക്ഷെ അതിന്റെ പാർക്കിംഗ് ഇല്ല. അപ്പൊ ഇനി ചെന്നിട്ട് നോക്കണം പാർക്കിംഗ് എങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളതെന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഒരു 2 ദിവസത്തേക്ക് 10,000 ആയി, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇനി പോയി നോക്കാം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് 11,000 ഇൻക്ലൂഡിങ് ടാക്സ്. അപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ജബൽപൂരിലേക്ക്. ജബൽപൂരിൽ ഒരു സ്റ്റേ ഉണ്ട്. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേ ആണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് അവിടെ മധ്യപ്രദേശിൽ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഒരു MPT എന്ന് പറയും, മധ്യപ്രദേശ് ടൂറിസത്തിന്റെ ഹോട്ടലിൽ ചൂസ് ചെയ്യാൻ നോക്കിയതാണ്, പറ്റിയില്ല. ഈ പ്രാവശ്യം എന്തായാലും MPT തന്നെ ബുക്ക് ചെയ്തു. ഇവിടെയും നല്ല ചൂടാണ്. ജബൽപൂർ പോകുന്ന വഴി മഹാരാഷ്ട്ര വഴിയാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 35 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇവിടെ. ഒരു ട്രാക്ടർ ഐറ്റം വന്നു. എന്തോ ഒരു വലിയ എന്ത് സാധനം ഒരു പിടിയില്ല. ഇത്രയും വലിയൊരു സാധനമാണ് ഇതെങ്ങനെ. पूरा स्कर्ट फैला करके चलने जैसा पूरा रोड के बीच में चल रहा था. इसका नीचे बैठ के जा सकता है, एक्चुअली शेड मिलेगा. 2 സൈഡിലും ബാംബു ആണ്, മൊത്തം ഡ്രൈ ആയി. ഞങ്ങൾ ഇപ്പൊ പോകുമ്പോഴത്തേക്കും പെൻസ് നാഷണൽ പാർക്ക് വഴിയാണ് പോകുന്നത്. അപ്പൊ എന്താ പറയാ, അവിടെ ഒരു ബ്രിഡ്ജ് ഇല്ലേ, പെൻസ് നാഷണൽ പാർക്കിന്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതാവുമ്പോൾ അനിമൽസിന് താഴെ കൂടെ ക്രോസ് ചെയ്യാൻ നമ്മുടെ വണ്ടിക്ക് മുകളിൽ കൂടെ ബ്രിഡ്ജ് വഴി പോവാം. അപ്പോൾ അതുവഴിയാണ് പോകുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് മധ്യപ്രദേശ് പോയപ്പോഴത്തേക്കും. അപ്പൊ എന്താ പറയാ, നമുക്കതും കാണാം. इतना इसलिए बता रहे हैं कि एक्चुअल में जाने के टाइम पे उतना कुछ फील नहीं है. ओके, वो दोनों साइड में बैरिकेड लगा हुआ है, कुछ भी नहीं देख पाएंगे, मतलब बैरियर्स लगा हुआ है, कुछ भी देख नहीं सकते हैं. एक आध मंकी ऊपर बैठा हुआ रहता है, लेकिन इसलिए कि एक एग्जाम्पल है, एक इनोवेटिव थॉट. और इसका क्या बोलते हैं, ह्यूमन और वाइल्ड लाइफ को एग्जिस्ट कर सकता है पीसफुली. करेक्ट. हे भगवान, सब लोग सेफ है ना? कौन सा ब्रांड है? फक, तुम रुक के देख रहा है? अच्छे में बच्चा अच्छे से गाड़ी चलाता है. वेरी गुड बाबू. About 3.2 I'm proud of your driving on this road. വണ്ടി ഓടിക്കുമ്പോ ഇല്ലേ ഉറക്കം വരുന്നതാണ് ഏറ്റവും പ്രശ്നം. ഉറക്കം എന്തെങ്കിലും ഇതേപോലെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രേക്ക് എടുക്കുക. ഞാൻ എന്തായാലും
ചെറുതായിട്ട് ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങി ആ സമയം പുറത്തിറങ്ങും, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യും, എന്നിട്ട് എന്താ പറയാ എന്തെങ്കിലും ചവച്ചോണ്ടിരിക്കും, കപ്പലണ്ടിയൊക്കെ തിന്നോണ്ടിരിക്കും. എനിക്കങ്ങനെ ഉറക്കം വരാറില്ല വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ചു, അവിടെ നിർത്തി. ആൻഡ് ഇവിടെ ഒരു ചെറിയ ജിയോയുടെ പെട്രോൾ പങ്കാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു എന്താ പറയുക കഫറ്റീരിയ പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ചു. ഇത് ആക്ച്വലി കൊള്ളാം ഈ സംഭവം. ആക്ച്വലി ഷെൽ പെട്രോൾ പങ്കില്ലേ അതുപോലെ തന്നെ ഇവിടെ ജിയോയും തുടങ്ങിയിട്ടുണ്ട് ഈ കഫറ്റീരിയ ഓപ്ഷൻ. നല്ലതാണ്, വണ്ടിക്ക് പെട്രോൾ അടിക്കാം, പിന്നെ ചായയും കുടിക്കാം. എങ്ങനെയുണ്ട് അഞ്ജലി കോൾഡ് കോഫി? എന്തല്ലേ പെട്രോൾ അടിക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ തന്നെ കോൾഡ് കോഫി കിട്ടും. എന്തൊക്കെ കാലഘട്ടത്തിന് മാറ്റങ്ങൾ. പോവാം ജബൽപൂർ. ഞങ്ങൾ ആക്ച്വലി ജാനുവരി ഫസ്റ്റ് വീക്കിൽ ഇതുവഴി വന്നതാണ്, ഇതുവഴി പോയതാണ്. അപ്പം മൗണ്ടൻ കണ്ടില്ലേ, ഈ മൗണ്ടൻ മൊത്തം ഗ്രീൻ ആയിരുന്നു, ഇപ്പൊ എല്ലാം ഡ്രൈ ആയി. അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ എത്തി പെഞ്ച് നാഷണൽ പാർക്കിന്റെ അകത്തല്ല, പെഞ്ച് നാഷണൽ പാർക്കിന്റെ ആ റോഡില്ലേ അത് ഇതുവഴിയാണ് പോകുന്നത്. ഒരു തവണ വരണം ഇവിടെ സഫാരി ചെയ്യാനായിട്ട്, ഇപ്പൊ സമയമില്ല. അപ്പോൾ ഞങ്ങള് അറൌണ്ട് ജാനുവരി ഫസ്റ്റ് വീക്കിൽ ആക്ച്വലി കൻഹാ നാഷണൽ പാർക്ക് അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി കൻഹാ നാഷണൽ പാർക്ക് എല്ലാം ഫസ്റ്റ് വീക്ക് ഓഫ് ജാനുവരി കവർ ചെയ്താണ്. അതിന്റെ വീഡിയോ ഒക്കെ വരും, അപ്പൊ എല്ലാരും കാത്തിരിക്കുക. ഒത്തിരി നല്ല സഫാരി ചെയ്ത് ടൈഗർ സ്പോട്ടിംഗ് കിട്ടി, അതൊക്കെ കണ്ടു. അപ്പൊ നിങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് പെഞ്ച് നാഷണൽ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതും മധ്യപ്രദേശിലാണ്. അതിന്റെ ഒരു പോർഷൻ ആക്ച്വലി മഹാരാഷ്ട്രയിലാണ്, റിമൈനിങ് പോർഷൻ മധ്യപ്രദേശ്. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി ടൈഗർ റിസർവ് ഫോറസ്റ്റ് മധ്യപ്രദേശിലുണ്ട്. അപ്പോൾ സഫാരി വൈൽഡ് ലൈഫ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളുടെ കൻഹാ വീഡിയോ കാണാം, അതിനുശേഷം ഇവിടെ വരാൻ പ്ലാൻ ചെയ്യാം. ഒരു സമയത്ത് ഞങ്ങളും ഇതുപോലെ ബൈക്ക് ഓട്ടിച്ച് എന്താ പറയാ ട്രിപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഗൈസ്. അവിടുത്തെ ഇപ്പൊ കാറിലൂടെയാണ് പോകുന്നത്. ഫോൺ അടിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഹിമാലയനിലാണ്. അപ്പൊ ബൈ ദ വേ എൻ്റെ ഇപ്പോഴും ബൈക്കുണ്ട്, KTM 390 അഡ്വഞ്ചർ. സെയിം ബാഗാണ് എൻ്റെ വണ്ടിക്കായിരുന്നു. ഇപ്പോ ബൈക്കിൽ നിന്നും കാറിലേക്ക് മാറി. ദി പെഞ്ച് റിസർവ് ഫോറസ്റ്റ് തുരിയ ഗേറ്റ്. അപ്പൊ ഇതാണ് ഗൈസ് പെഞ്ച് റിസർവ് ഫോറസ്റ്റ് വരാനായിട്ട് നോക്കുന്നവർക്ക് ഇതാണ് തുരിയ ഗേറ്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഗേറ്റ് ആണ് പെഞ്ചിന്റെ. അപ്പൊ ഇവിടെ സ്റ്റേ ഓപ്ഷൻസും ഉണ്ടാവും. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഖട്ടിയ ഗേറ്റ് ഈസ് ദ ബെസ്റ്റ്. ഏത് ഇത് പെഞ്ചാ, ഖട്ടിയ ഈസ് കൻഹാ. ഓ ഹാ കറക്റ്റ്. ട്രിപ്പിന്റെ വീഡിയോസ് എല്ലാം ഞങ്ങൾ എടുക്കാൻ പോകുന്നത് OnePlusലാണ്. ഞങ്ങൾ നോർമലി വീഡിയോ എടുക്കാനായിട്ട് ഐഫോൺ ആണ് യൂസ് ചെയ്യാറ്. ബട്ട് എന്താ പറയാ OnePlusന്റെ ഈ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. അതുമല്ല ഒരു എന്താ പറയാ ഓൾട്ടർനേറ്റീവ് ക്യാമറയും കയ്യിൽ വെക്കണ്ടേ, അതുകൊണ്ടാണ് ഈ OnePlusന്റെ ഫോൺ വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾ വിഷ്വൽസ് കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ. എത്ര കിടു വ്യൂ അല്ലേ, ഓക്കെ. രണ്ട് സൈഡിലും ഗ്രീനറി. ഇവര് അയോധ്യ പോവാണ്. കൊടി കണ്ടോ, കൊടി. ഞങ്ങളും വരണുണ്ട് വെരി സൂൺ. प्रयागराज कितना हाईलाइट करके लगाया है. 489 किलोमीटर्स. അലഹബാദ് എന്നാണ് പ്രയാഗ്രാജിന്റെ മുമ്പത്തെ പേര്. ഇപ്പോഴാണ് റീസെന്റ് ആണ് പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയത്. അപ്പൊ നിങ്ങൾ ആ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഔറംഗസേബ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും അയാളാണ് ഈ പേരൊക്കെ മാറ്റി നമ്മൾ എന്താ പറയാ ഔറംഗാബാദ്, അലഹബാദ്, ആദിലാബാദ് എന്നൊക്കെ ആക്കിയത്. അപ്പോൾ റീപ്ലേസ് അല്ലെങ്കിൽ ആ പേരൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ.
അല്ലെ നമ്മളുമായിട്ട് റിലേറ്റ് ഉള്ള പേര് വെക്കണ്ടേ ഒബിയസ്ലി. അല്ലാതെ റിലേഷൻ ഇല്ലാതെ ഒരാൾ ക്യാപ്ചർ ചെയ്ത് അയാളെ പേരെടുത്തൊരു സ്ഥലത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, റീപ്ലേസ് ചെയ്യണം, വിച്ച് ഇസ് ഗുഡ് തിങ്. ഈ കണ്ടില്ലേ എല്ലാരും പ്രയാഗ്രാജ് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ അഞ്ജലിയോട് പറയായിരുന്നു, എന്താ പറയാ, ഇവിടെ പ്രയാഗ്രാജില് ഗവൺമെന്റ് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഈ ഫെസിലിറ്റീസും ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് മഹാകുംഭിനായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, ഇത്രയും പൈസ അവിടെ കളയേണ്ട കാര്യമുണ്ടോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എഡ്യൂക്കേഷൻ, പിന്നെന്താ അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ കോൺകർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാനായിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഞാനിപ്പോ പോകുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് തന്നെ ഒരു മിനിമം 30-40 വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താ നിങ്ങൾ ആലോചിക്കും, ഒരു ഒബിയസ്ലി പ്രയാഗ്രാജിൽ പോകുമ്പോഴത്തേക്കും അവരവിടെ പൈസ സ്പെൻഡ് ചെയ്യും, പെട്രോൾ അടിക്കാനായിട്ട് നിർത്തും. ഇപ്പൊ എന്താ മധ്യപ്രദേശിൽ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തും. അപ്പം എന്താ പറയാ, എക്കണോമിയിൽ മണിയുടെ ഫ്ലോ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകുന്നുണ്ട്. ഒബിയസ്ലി എന്താ പ്രയാഗ്രാജ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മണിയുടെ ഇൻഫ്ലോ കിട്ടും, അവർക്കത് യൂസ് ചെയ്യാം, എന്താ ഡെവലപ്മെന്റിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്കായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നല്ല കാര്യമല്ലേ? അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഒരു പിൽഗ്രിമേജിനായിട്ട് എന്താ പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് മണി ആണെന്ന്. അല്ല, എക്കണോമി ബൂസ്റ്റ് ആവാനായിട്ട് അത് യൂസ് ചെയ്യാം. जंगल के अंदर जा रहे हैं. അപ്പോൾ ഞങ്ങള് എന്താ പറയാ നിൽക്കുന്ന സ്ഥലം, ഇന്ന് നൈറ്റ് നിൽക്കുന്ന സ്ഥലം, ജബൽപൂരിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബാർഗി. അവിടെ ഒരു ഡാം ഉണ്ട്, അതിനടുത്തായിട്ടാണ് MPT, മധ്യപ്രദേശ് ടൂറിസത്തിന്റെ പ്രോപ്പർട്ടി. അപ്പൊ മധ്യപ്രദേശിന്റെ ഒരു ചെറിയ വില്ലേജ് വഴി ഞങ്ങൾ അകത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം. ആളുവനൊക്കെ കൊണ്ട് ഗൈസ്, നോർത്ത് ഇന്ത്യ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ओके, डैम बारगी डैम स्ट्रेट रोड है. जबलपुर के लिए लेफ्ट लेना पड़ेगा. देखा, ഞങ്ങൾ എപ്പോ പോയാലും ഇതുപോലുള്ള സ്ഥലം എത്തുമ്പോഴത്തേക്ക് രാത്രി 7 മണിക്ക് എത്താറുള്ളൂ. 8.4 kilometer. Keep straight on this road. ഇപ്പോഴും സമയം 7 മണിയായി. അപ്പോൾ മുന്നിൽ കാണുന്നതാണ് ബാർഗി ഡാം. ആക്ച്വലി ഇതിന്റെ അടുത്തുള്ള മധ്യപ്രദേശ് ടൂറിസത്തിന്റെ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ ആ മുന്നിൽ കാണുന്നതാണ് ബാർഗി ഡാം. അതിന്റെ മുകളിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. നാളെ നിങ്ങൾക്ക് ആക്ച്വലി മൊത്തം ക്ലിയർ വിഷ്വൽസ് കാണിച്ചു തരാം. അതുമല്ല, ഇവിടെ ഒരു നവോദയുണ്ട്. മധ്യപ്രദേശിലെ ബാർഗി എന്ന സ്ഥലത്ത് നവോദയുണ്ട്. അത് ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു. അപ്പൊ കണ്ടു. നാളെ അതിന്റെ ഫോട്ടോയും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പഠിച്ചത് നവോദയയിലാണ് ആക്ച്വലി. ഞങ്ങൾ എത്ര പ്ലാൻ ചെയ്താലും ഗൈസ്, ലാസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ലാസ്റ്റ് ഒരു സ്ട്രെച്ച് ഇതുപോലെ ആയിരിക്കും. കാട്ടിനുള്ളിലൂടെ ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ സ്റ്റേ എത്താനായിട്ട്. കുഴപ്പമില്ല, മുന്നിൽ 2-3 വണ്ടികളൊക്കെ വരുന്നുണ്ട്. എന്നാലും കാട്ടിനുള്ളിലാണ്. മധ്യപ്രദേശിലെ ബർഗി എന്ന സ്ഥലത്തെ ഒരു കാട്ടിനുള്ളിൽ കൂടിയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 500 meters, turn right. ഇതൊക്കെയല്ലേ ട്രിപ്പിന്റെ അഡ്വഞ്ചർ, ഇല്ലേ അഞ്ജലി? അറിയാത്ത സ്ഥലത്ത് മധ്യപ്രദേശിലെ കാട്ടിനുള്ളിൽ കൂടെ ഒരു യാത്ര. അപ്പൊ ഞങ്ങളപ്പോ മെക്കൽ ബർഗി എന്ന MPTയുടെ പ്രോപ്പർട്ടിയിലെത്തി. അപ്പൊ നമുക്ക് ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാം. ആ പുറകിലായിട്ട് ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടോ? നാളെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ചെക്ക് ഇൻ ചെയ്യാം. വാ. पार्किंग अच्छे से मिल गया, बहुत अच्छा पार्किंग है. अभी फिलहाल चेक इन करने के लिए जा रहे हैं. ബുക്കിംഗ് ദരാസിലൂടെ അനുവദിച്ചു. तो यहाँ पे चेक इन टाइम 2 PM है और चेकआउट 12 PM. ये हम लोग के रेफरेंस के लिए भी याद करने के लिए रख रहे हैं. ആക്ച്വലി ഈ സ്ഥലമില്ല, ഇത് കൻഹാൻ നാഷണൽ പാർക്ക് ആൻഡ് പെഞ്ച് നാഷണൽ പാർക്ക്. അതിന് രണ്ടിനും അടുത്തായിട്ടാണ്. അടുത്ത് മീൻസ് ഒരു 150 കിലോമീറ്റേഴ്സ് റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോയി റൂമിൽ പോവാം. सफारी होता है क्या? इधर भी सफारी नहीं, यहाँ इधर नहीं, इधर बस बोटिंग है.
खाने का आधा 9 नंबर में बता दीजिए। 9 नंबर। जी सर। ठीक है, बाहर बालकनी है क्या? जी बात कर लीजिए। सामान तो नहीं है ना सर? सामान है। चलिए सामान हाँ। डाल दीजिए। उधर डैम का व्यू है क्या? आप जाने लगी होगी सर। ओह नाइस, मेरी तो है डैम का व्यू। फुल डैम है। അപ്പോൾ ഞങ്ങൾ മേക്കൽ ബർഗി MPT ടൂറിസത്തിൻ്റെ പ്രോപ്പർട്ടിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളി ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെ ആക്ച്വലി ഡാം വ്യൂ ആണ്. ഇപ്പം നോക്കിയാൽ മൊത്തം ഇരുട്ടായിരിക്കും. രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്, 2 ചെയറുണ്ട്. ആൻഡ് ഇവിടെ കണ്ടില്ലേ മൊത്തം, ഓ കാണാൻ പറ്റും. ഓക്കെ, ഡാമാണ്, ഡാമിൻ്റെ വ്യൂ ആണ്. അടിപൊളിയാണ്. ആൻഡ് നൈസ് റൂം, ബിഗ് സ്പേഷ്യസ്, നൈസ് പ്രോപ്പർ റൂം. വാഷ്റൂമും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ ഇരുന്ന ബെഡ്റൂം പോലൊരു വാഷ്റൂമാണ്, വലിയ വാഷ്റൂം പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. हाँ, फ्लास्क, टी मेकर्स, ऑल फैसिलिटीज आर देयर. सब कुछ है ना? सब कुछ है। अच्छा है. जैसे कि हमको हमेशा आदत है कुछ ना कुछ गलती निकालने का, वो 1 लीटर का बॉटल हो सकता था इंस्टेड ऑफ 2 हाफ लीटर ऑफ बॉटल. चलेगा, हाफ लीटर दे दिया ना. बट रूम इज नाइस, क्लीन, स्पेशियस. About that, जो पैसा पे किए हैं उसके लिए वर्थ इट है. करेक्ट. കറക്റ്റ്. സോ ദിസ് ഈസ് അവർ റൂം ഇൻ ബർഗി. അപ്പോൾ ഞങ്ങൾ MPT പ്രോപ്പർട്ടിയുടെ ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് ജബൽപൂരിലാണോ ഈ റിസോർട്ട്? ജബൽപൂരിൽ സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്കും മേക്കൽ ബർഗി ഡാമിനടുത്തുള്ള MP ടൂറിസം പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ റൂം ടൂറുകൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ട്രിപ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് ആദിലാബാദ് എത്തി. ആദിലാബാദിൽ നിന്ന് ഇതാ ഇപ്പോൾ ജബൽപൂർ എത്തി. ജബൽപൂരിൽ നിന്ന് ഇനിയും ഒരു 500 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് പ്രയാഗ്രാജ് എത്താനായിട്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ പ്രയാഗ്രാജും We have already booked Prayagraj hotel. That is why tomorrow we have to check out, or else we would have stayed in this hotel itself because there are water sports over here. റൂമിന് പുറത്ത് തന്നെ ബോട്ട് കൊണ്ട് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഒരു ദിവസം കൊണ്ട് എന്നോട് നിന്നേനെ, ബട്ട് ഓപ്ഷൻ ഇല്ല, ഞങ്ങൾക്ക് നാളെ പോയേ പറ്റുള്ളൂ പ്രയാഗ്രാജിലേക്ക്. It's in a very good location. Bargi Dam is situated near Bargi Dam. അതുപോലെ ഞങ്ങൾ ഇതേപോലെ ബ്രേക്ക് എടുത്ത് പോകുന്നതിന്റെ മെയിൻ കാര്യം, ഒറ്റയടിക്ക് ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ സ്ഥലത്തിന്റെ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ടയർഡ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു വിശേഷമില്ല ഗൈസ്, വീട്ടിലില്ല, റൂമിലെത്തി. ഇനി ഡിന്നർ കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒരു വിശേഷമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രയാഗ്രാജ് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും നാളത്തെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും അതെല്ലാം ആയിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി പ്രയാഗ്രാജിൽ എത്തിയിട്ട് കാണാം. ബൈ ബൈ. Bye bye.